വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി ആയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് നാടൻ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. അസാധ്യ മധുരമുള്ളൊരു പൈനാപ്പിളാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 1/3 മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ പൈനാപ്പിളിൻ്റെ. ഇതുപോലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, എങ്കിലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം. നമ്മളിപ്പോൾ പൈനാപ്പിൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അരച്ച പൈനാപ്പിൾ ഇതിലോട്ട് ചേർക്കുക. അതിലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതുകൊണ്ട് ഈ ഒരു പരുവാകും. നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മളിത് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കല്ല്. നമ്മൾ പച്ചടി ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. പച്ചടിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പൈനാപ്പിൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത തേങ്ങാക്കൂട്ടും പിന്നെ പച്ചടിയിലെ ഈ വെള്ളവും എല്ലാം ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പച്ചടിയുടെ കൂട്ടെല്ലാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങായും പച്ചടിക്കുള്ള പൈനാപ്പിളും എല്ലാം വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുക്കാൻ വെക്കണം. അങ്ങനെ നമ്മുടെ പച്ചടിയൊക്കെ തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതേണ്ട 2 കപ്പോളം തൈരുണ്ട്. നമ്മുടെ ഹോം മെയ്ഡാണ് ഈ തൈര്. നല്ല കട്ട തൈര് വേണം. വെള്ളമൊന്നുമുള്ള തൈര് പച്ചടിക്ക് ചേർത്താൽ ശരിയാവത്തില്ല. അപ്പം അത് നമ്മൾ ഇതിനകത്തോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് താളിക്കുക. ജസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടാണ് നമ്മൾ ഈ കടുക് താളിക്കുന്നത്. അങ്ങനെ നമ്മുടെ കടുക് താളിച്ചത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി കൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയാണ്. അപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.